ഇന്ന് കാണിക്കാൻ പോകുന്നത് എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു എംബ്രോയ്ഡറി ഡിസൈനാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു യെല്ലോയും അതുപോലെ ഒരു പീച്ച് ഷെയ്ഡിൽ വരുന്ന കളേഴ്സാണ്. രണ്ടും ആങ്കർ ത്രെഡ്സാണ് എടുത്തിട്ടുള്ളത്. ഒരു ബ്ലാക്ക് ക്ലോത്തിലാണ് ഇതിപ്പോൾ ചെയ്യുന്നത്. ഈ ഒരു ഡിസൈൻ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഓൺലൈൻ ബോട്ടിക്കിൽ നിന്നാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. നമുക്ക് ആദ്യം പീച്ച് ഷെയ്ഡിൽ വരുന്ന ആ ഒരു കളറില്ലേ അത് വെച്ചിട്ട് നമുക്ക് ഫ്ലവർ ചെയ്യാം. ഞാനിവിടെ 6 സ്റ്റാൻഡ്സിലാണ് ചെയ്യുന്നത്. ഈ ഒരു ഡിസൈൻ ചാനലിൽ കുറേ കാണിച്ചിട്ടുള്ളതാണ്. വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. ലേസ് ഡേസിയാണ് ഇവിടെ ചെയ്യുന്നത്. ഒരു 5 പെറ്റൽസ് വരുന്ന ലേസ് ഡേസിയാണ് ചെയ്യുന്നത്. അപ്പോൾ 5 പെറ്റൽസ് വരുന്ന ഒരു ഫ്ലവറാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. 6 സ്റ്റാൻഡ്സിൽ ചെയ്യുമ്പോൾ ഒന്നുകൂടി തിക്നെസ് തോന്നിക്കും. 3 സ്റ്റാൻഡ്സിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ 6 സ്റ്റാൻഡ്സിൽ ചെയ്യുമ്പോഴായിരിക്കും ഒന്നും കൂടി കാണാനായിട്ട് ഭംഗി വരുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ഫസ്റ്റ് ലേസ് ഡേയ്സ് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു 4 ലേസ് ഡേയ്സ് കൊണ്ട് ചെയ്യണം. അങ്ങനെ 5 പെറ്റൽസ് വരുന്ന ഒരു ഫ്ലവറാണ് ഇത് ഇപ്പോൾ ചെയ്യുന്നത്.
അടുത്തത് ചെയ്യുന്നത് ഈ ഫ്ലവേഴ്സിൻ്റെ എല്ലാം മിഡിലായിട്ട് സിംഗിൾ നോട്ട് ഇട്ട് കൊടുക്കുകയാണ്. സിംഗിൾ നോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഞാനിവിടെ 6 സ്ട്രാൻഡ്സിലാണ് എടുത്തിട്ടുള്ളത്. 6 സ്ട്രാൻഡ്സിൽ യെല്ലോ ത്രെഡ് നമ്മൾ മിഡിലിൽ സിംഗിൾ നോട്ട് ഇട്ട് കൊടുക്കുകയാണ്. 2 വട്ടമാണ് നീഡിൽ ചുറ്റിയെടുക്കുന്നത്. കാരണം 6 സ്ട്രാൻഡ്സ് ആയതുകൊണ്ട് അധികം വട്ടം നീഡിൽ ചുറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 2 വട്ടം ചുറ്റിയെടുത്താൽ മതി. അങ്ങനെ ഓരോ ഫ്ലവേഴ്സിൻ്റെ മിഡിലും അതുപോലെ തന്നെ ഈ ഫ്ലവേഴ്സിൻ്റെ ഗ്യാപ്സിലൊക്കെ സിംഗിൾ നോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതേപോലെ ബാക്കി എല്ലാ ഫ്ലവേഴ്സും കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് ഈ ഫ്ലവേഴ്സിൻ്റെ എല്ലാം മിഡിൽ ഗ്യാപ്സിലൊക്കെ സിംഗിൾ നോട്ട് ഇട്ട് കൊടുക്കുകയാണ്.